എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അടുത്ത് ഹീലിംഗ് ചെയ്യാനായിട്ട് വരുന്ന ആളുകൾ പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾ സാറിനെ വിളിക്കട്ടെ, സാറിന് അവിടെ വന്ന് നേരിട്ട് കാണട്ടെ എന്ന് ചോദിക്കാറുണ്ട്. മുൻ വീഡിയോ കാണാത്ത ആൾക്കാരായതുകൊണ്ടായിരിക്കുള്ളൂ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ പറയാറുണ്ട്, എൻ്റെ മൊബൈലിലേക്ക് നിങ്ങൾ കോൾ ചെയ്യാതിരിക്കുക ദയവ് ചെയ്ത്. കാരണം രാവിലെ മുതൽ നമ്മൾ 7 മണിക്ക് സെഷൻസ് തുടങ്ങും. ചിലപ്പോൾ അത് ഫോട്ടോ ഹീലിംഗ് ആയിരിക്കും, വീഡിയോ കോളിൽ ആൾക്കാർ വന്നിട്ട് ചെയ്യണമായിരിക്കും. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഫോട്ടോ റീഡിങ്സ് ചെയ്യുന്നുണ്ട്. ഒരു ആൾക്കാർ ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ ഉള്ള നെഗറ്റിവിറ്റി ആണോ പോസിറ്റിവിറ്റി ആണോ എന്ന് നമ്മൾ നോക്കി പറയുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയങ്ങൾ എനിക്ക് ഇതിനു വേണ്ടി തന്നെ വേണം. ചിലപ്പോൾ ഒരു രാവിലെ മുതൽ ഉച്ച വരെ ഞാൻ ഈ ഫോട്ടോ റീഡിങ്ങും ആൾക്കാരുടെ മറുപടിയായിട്ട് തന്നെ ഒരു ഹാഫ് ഡേ ഞാൻ ഇരിക്കേണ്ട ചില ദിവസങ്ങളുണ്ട്. പക്ഷേ എൻ്റെ വർക്കിംഗ് ടൈമാണ് പോകുന്നത്. ആ വർക്കിംഗ് ടൈം കുറയുന്നു. അപ്പോൾ ചിലപ്പോൾ 2 കേസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു 4 പിടിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാനൊരു എൻ്റെയും കൂടി സമയം ലാഭിക്കാനും ഒരാൾക്ക് കൂടി അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നായിരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും എനർജിയുടെ പ്രശ്നമുണ്ട്, അറ്റാക്ക് ഉണ്ട്, ഒരു എനർജി അറ്റാക്ക് ഉണ്ട്, ബ്ലാക്ക് മാജിക് ഉണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൻ്റെ സെൽഫി എടുക്കുക, എൻ്റെ മൊബൈലിലേക്ക് അയക്കുക. അത് നിങ്ങളുടെ പേര്, സ്ഥലം, വയസ്സൊക്കെ എഴുതുക, നക്ഷത്രമൊക്കെ എഴുതുക. എന്നിട്ട് ഫോട്ടോ റീഡിങ് ചെക്ക് ചെയ്യാനാണെന്ന് ഒരു അടിയിലിടുക. അതിന് ഒരു പൈസയില്ല, ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സമയം പോലെ എനിക്ക് ഒഴിവിട്ടുമ്പോൾ ഞാനത് നോക്കി നെഗറ്റീവ് ഉണ്ടോ പോസിറ്റീവ് ആണെന്ന് ഞാൻ പറയും. അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കരുത്. കാരണം അങ്ങനത്തെ റീഡിങ് ഞാൻ ചെയ്യില്ല. അങ്ങനത്തെ റീഡിങ്ങിനാണെങ്കിൽ നമുക്ക് വേറെ പല റീഡേഴ്സ് പല ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ നെഗറ്റീവ് ഉണ്ടെന്ന് ഞാൻ അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ നെഗറ്റീവിനെ മാറ്റാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടുന്നതായ ഹീലിംഗ് പ്രോഗ്രാമുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിലേത് വേണമെന്നുള്ളത് തീരുമാനിച്ചിട്ട് ആ ഒരു പ്രോഗ്രാമിലേക്ക് വേണ്ടുന്നതായ ഒരു ദക്ഷിണയുണ്ട്. ആ ദക്ഷിണ ഞാനത് പറയും. ആ സമയത്ത് അത് നിങ്ങൾ അയക്കുക. ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് സെഷൻ ചെയ്യും. അപ്പോൾ പൈസ നിങ്ങൾ അഡ്വാൻസ് അതിന് മുമ്പ് അയക്കരുത്. ഞാൻ പറയുമ്പോൾ മാത്രമേ നിങ്ങൾ പൈസ അയക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എനിക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും. ഈ പൈസ തന്നാൽ പിന്നെ ഇങ്ങനെ കണക്റ്റഡ് ആവും, ഈ ബാധ നമ്മൾ അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, ഇപ്പോൾ പക്ഷേ അങ്ങനെ ചെയ്യാറില്ല. ആ അനുഭവം കിട്ടിയപ്പോൾ ഞാനത് പഠിച്ച് ഇന്നതാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ധാരണ ആയിക്കഴിഞ്ഞാൽ മാത്രം പൈസ അയച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതിനൊരു മിനിമം 1 മണിക്കൂർ, 45 മിനിറ്റ് വേണമെങ്കിൽ 1 മണിക്കൂർ വരെയാണ് നമ്മുടെ ഹീലിങ്ങിൻ്റെ ഒരു സെഷൻ്റെ ടൈം എന്നത്. പിന്നെ മഹാകാളി ഹീലിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മഹാകാളിയിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. മറ്റു ഹീലിംഗ് പോലെ റേക്കിയോ പ്രാണി ഹീലിങ്ങോ പോലെ നമ്മൾ കുറേ സമയങ്ങൾ ഡെയിലി വന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. സിംഗിൾ സിറ്റിംഗാണ്. ഇവിടെ നമ്മളത് ചെയ്തു വെക്കണതിൽ ഒരു 90% ആൾക്കാർക്കും സിംഗിൾ സിറ്റിങ്ങിൽ തന്നെ അവസാനിച്ചിട്ടുണ്ട്. ചില 10% ആൾക്കാർ വീണ്ടും വേറെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് വന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് വളരെ കുറവാണ്, അപൂർവം മാത്രം. മറ്റൊരു സിംഗിൾ സെഷനിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നു. എന്ന് വെച്ചാൽ ആ ബാധകൾ നമ്മൾ എടുത്തു മാറ്റുന്നു. ശത്രുബാധയായാലും സോളായാലും എടുത്തു മാറ്റുന്നു. 21 ഡേയ്സാണ് നമ്മൾ കൊടുക്കുന്ന സമയം ഇത് ഹീലാവാനായിട്ട്, ഫുൾ ഹീലാവാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒറ്റ ദിവസം ഹീൽ ചെയ്യണമല്ലോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ സംശയം നിങ്ങൾക്ക് വരാം. നമ്മളുടെ ദേവിയായിട്ടുള്ള കണക്ഷനാണ്. നമ്മൾ ദേവീനെ കണക്ട് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിലോട്ട് കണക്ട് ചെയ്ത് ഹീലിംഗ് സാധ്യമാക്കുന്ന പരിപാടിയാണ് മഹാകാളി ഹീലിംഗ്. അത് ഇതിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ വൺസ് നിങ്ങൾ ആ ദേവിയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓം കാളി മഹാകാളി എന്നുള്ള മഹാമന്ത്രം എല്ലാ ദിവസവും നിങ്ങൾ ചാൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദേവി നിങ്ങളുമായിട്ട് കണക്ട് ആവും. ഇനി 21 ഡേയ്സിൽ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ 21 ദിവസത്തിൽ നിങ്ങളുടെ ബോഡി ഇങ്ങനെ ക്ലിയറായി അത് പ്യുവറായിട്ട് വരും അവസാനമാകുമ്പോഴേക്കും. അതുവരെ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് വേറൊരു പ്രശ്നങ്ങൾ സംഭവിക്കില്ല, ഉറപ്പാണ്. ഇതുവരെ സംഭവിച്ചിട്ടില്ല ഒരാൾക്കും. പിന്നീട് ശത്രുബാധ വേറെ ഏതെങ്കിലും വന്നെന്ന് വിചാരിക്കുക, ആ 21 ഡേയ്സിൽ വന്നാലും അവിടെ നിൽക്കും, കയറില്ല. അത് കഴിഞ്ഞിട്ടേ ആ സാധനം എൻ്റർ ആവുള്ളൂ നിങ്ങളുടെ ബോഡിയിൽ. എന്നാൽ ഇൻ കേസ് വരാതിരിക്കട്ടെ. അപ്പോൾ അതാണ് നമ്മുടെ ഈ മഹാകാളി ഹീലിങ്ങിൻ്റെ പ്രൊസീജിയർ. നിങ്ങൾ ആ സമയത്ത് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് ശേഷം. അതുപോലെയൊക്കെ നിങ്ങൾ ആചരിക്കുകയും കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങൾ, നമ്മൾ വേറെ കഠിനമായിട്ടുള്ള നിയമങ്ങളൊന്നും അതിനകത്തില്ല. അപ്പോൾ അങ്ങനെയാണ് മഹാകാളി ഹീലിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ ദയവേത് നിങ്ങൾ കോൾ ചെയ്യാതിരിക്കുക. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. എൻ്റെ വർക്ക് പ്രോപ്പറായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പിലേക്ക് അയക്കുക. വാട്സാപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ ഫോണുണ്ട്. ആ നമ്പറിലേക്ക് 9847501955 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വാട്സാപ്പ് അയക്കാം. അപ്പോൾ അതിനകത്ത് നമ്മൾ നിങ്ങളുടെ
മെസ്സേജസ് ഞാൻ ഈ ഓരോ സെഷൻസ് ചെയ്യേണ്ട ഗ്യാപ്പിൽ ഞാൻ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് എടുക്കും, ചിലപ്പോൾ 1 മണിക്കൂർ ഗ്യാപ്പ് എടുക്കും. ആ സമയത്ത് നമ്മുടെ ഈ ഫോണിനകത്ത് വരുന്ന മെസ്സേജസ് എല്ലാം നമ്മൾ നോക്കി ആവശ്യമുള്ള മറുപടികൾ അയക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഞാനത് ഫീസും കാര്യങ്ങളും പറയുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും അയക്കുന്നുണ്ട്. പിന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, നിങ്ങൾ രണ്ടാമത് വീണ്ടും മെസ്സേജ് അയക്കുക. ചിലപ്പോൾ നിങ്ങളയച്ച മെസ്സേജ് ചിലപ്പോൾ ഞാൻ കാണില്ല, വാട്സാപ്പിൽ മെസ്സേജസ് ഇങ്ങനെ ചവറ് പോലെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നോക്കാത്ത മെസ്സേജ് താഴേക്ക് പോകുമ്പോൾ എനിക്കത് അങ്ങടേക്ക് ഓടിച്ചെത്താനായിട്ട് ചില പറ്റാണ്ട് വരാറുണ്ട്. അതുകൊണ്ട് ആരും ഞാൻ മനഃപൂർവ്വം നോക്കാത്തതാണെന്ന് ആരും വിചാരിക്കരുത് ദയവേത്. എൻ്റെ തിരക്കുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോഴും ഞാൻ ഈ സമയത്തും ഞാൻ റെസ്റ്റില്ലാണ്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ പിടിക്കൽ, എഡിറ്റിങ്, അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുഴുവനും ഞാൻ ഈ ബാധപിടുത്തവും സോളനപ്പിടുത്തമൊക്കെ ആയിട്ട് ഇരുന്ന ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയാസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. മഹാകാളി ഹീലിംഗ് ചെയ്ത ആൾക്കാർക്ക് മാറ്റങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതിലെ വിഷയങ്ങളുണ്ടെങ്കിൽ എന്നെ സമീപിക്കാവുന്നതാണ്. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.